ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. ബി ഇംഗ്ലീഷ് അപ്രീഷിയേറ്റിംഗ് പോയിട്രിയിലെ ചൈൽഡ്ഹുഡ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഫ്രഞ്ച് ജർമ്മൻ പോയിറ്റ് റൈനർ മരിയ റിൽക്കെ എഴുതിയിട്ടുള്ള ചെറിയൊരു പോയമാണ്. ഇതിൽ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കുട്ടിക്കാലത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ പോയത്തിനകത്ത് പറയുന്നത്. നമ്മളിവിടെ ഈ പോയത്തിൽ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ള ഒരു സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻ എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോയത്തിന്റെ സമ്മറി നോക്കാം. Part 1. The poet begins by contemplating the difficulty of finding words to describe childhood. പോയറ്റിന് തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുന്നത് കുട്ടിക്കാലത്തെക്കുറിച്ച് വിവരിക്കാനുള്ള വാക്കുകൾ കണ്ടെത്താൻ വളരെ പ്രയാസമാണെന്നാണ്. He suggests that one should give much thought to recall childhood. അപ്പം അദ്ദേഹം പറയുന്നത് കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം അവയെല്ലാം നമ്മുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു തുടങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. He then highlights how childhood afternoons are now completely lost and wonders the reasons behind their disappearance. അദ്ദേഹം പറയുന്നത് കുട്ടിക്കാലത്തുള്ള ഓർമ്മകൾ, പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ പേഴ്സണലായിട്ട് ചൈൽഡ്ഹുഡ് ആഫ്റ്റർനൂൺസ് അദ്ദേഹം ചെലവഴിച്ചിരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മകളൊക്കെ കംപ്ലീറ്റ്ലി ലോസ്റ്റ്, പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടതുപോലെയാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇതെല്ലാം മാഞ്ഞു പോകുന്നത് എന്ന് അദ്ദേഹം ഇങ്ങനെ അത്ഭുതപ്പെടുകയാണ് ചെയ്യുന്നത്. പാർട്ട് 2. The poet notes that certain things like rain reminds us of childhood. പിന്നെ അദ്ദേഹം പറയുന്നത് ചില കാര്യങ്ങൾ നമ്മളെ ചിലപ്പോൾ കുട്ടിക്കാലത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു എന്നാണ്. ഉദാഹരണത്തിന് അദ്ദേഹം മഴയാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ സ്കൂളിൽ മഴയത്ത് പോയ അനുഭവമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് മഴയൊക്കെ വരുന്ന സമയത്ത് അത്തരത്തിലുള്ള ഓർമ്മയൊക്കെ കടന്നു വരാം. അത്തരത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ കുട്ടിക്കാലത്തെ കുറിച്ചിട്ട് ഓർമ്മിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ബട്ട് വി ക്യാൻ നോ ലോങ്ങർ ഫുള്ളി എക്സ്പീരിയൻസ് ദ ഫീലിംഗ്. പക്ഷെ നമുക്ക് ആ ഒരു ഫീലിംഗ് അതേ അർത്ഥത്തിൽ ഇപ്പൊ അനുഭവിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ കുട്ടിക്കാലത്ത് ഓണത്തിനോ അല്ലെങ്കിൽ പെരുന്നാളിനോ ക്രിസ്മസിനൊക്കെ നമ്മൾ വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുന്ന അനുഭവം നമുക്ക് ഉണ്ടായിരിക്കും. പക്ഷെ കുറച്ച് പ്രായമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ടീനേജ് ആയിരിക്കും, ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ടായിരിക്കില്ല. ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ നമുക്ക് അത്തരം കാര്യങ്ങൾ ആ ഒരു ഫീലിംഗ് നമുക്ക് ലഭിക്കാത്തൊരു അനുഭവം ഉണ്ടായിരിക്കും. അതുപോലെയാണ് അദ്ദേഹം പറയുന്നത്, ആ ഓർമ്മ നമുക്കുണ്ടെങ്കിലും നമുക്കത് അതുപോലെ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. He reflects on how life was once filled with rich experiences of meeting, reuniting and departures which are no longer present in adulthood. പിന്നെ അദ്ദേഹം പറയുന്നത് കുട്ടിക്കാലത്തുള്ള റിച്ച് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മീറ്റിംഗ്, റീയൂണിയൻസ്, അതായത് ഇപ്പോൾ ബന്ധു വീടുകളിലോ മറ്റോ പോകുന്ന സമയത്ത് അവിടെ റീയൂണിയൻ, അതുപോലെ തന്നെ പുതിയ ആളുകളെ സ്കൂളിലോ മറ്റൊക്കെ കാണുന്നത്, അതുപോലെ തന്നെ ഒരു സ്റ്റേജിന് ശേഷം ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത്, അങ്ങനെ വളരെ സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങളാണ് കുട്ടിക്കാലത്ത് ഉണ്ടാവുന്നത്. പക്ഷെ വെറും ആവർത്തന വിരസത പോലെയാണ് അഡൾട്ട്ഹുഡിനകത്ത് ഉണ്ടാവുന്നത്. അത്തരത്തിലുള്ള ഒരു റിച്ച് എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. പാർട്ട് 3. ദ പോയറ്റ് റിഫ്ലെക്ട്സ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ്. അപ്പൊ നേരത്തെ പറഞ്ഞു കുട്ടിക്കാലത്തുള്ള അനുഭവങ്ങൾ വളരെ റിച്ച് ആണെന്നുള്ളത്. അതിന്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ടാണ് അദ്ദേഹം അടുത്തായിട്ട് പറയുന്നത്. During childhood, ordinary events that happened to things and creatures were experienced as deeply significant and human. Things and creatures. നമുക്കറിയാം കുട്ടിക്കാലത്ത് ഈ ക്രിയേച്ചേഴ്സ്, പൂച്ചകളോ അല്ലെങ്കിൽ നായകളോ അല്ലെങ്കിൽ കിളികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ വളരെ ഡീപ്പായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്കറിയാം. അതുപോലെ തന്നെ ഈ നേച്ചറുമായിട്ടും പ്രകൃതിയുമായിട്ടും പൂക്കളായിട്ടോ മറ്റു കാര്യങ്ങളായിട്ടൊക്കെ കുട്ടികൾക്ക് ഒരു ഡീപ്പ് കണക്ഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു റിച്ച് എക്സ്പീരിയൻസ് ആണ് ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളിൽ, അങ്ങനെ ഒരു റിച്ച് എക്സ്പീരിയൻസ് ആണ് കുട്ടിക്കാലത്ത് ലഭിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. These moments filled us with vivid lasting images, making the mundane feel magical. അപ്പൊ ഇത്തരത്തിൽ മുണ്ടേൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ സ്വാഭാവികമായിട്ടുള്ള സാധാരണ സംഭവങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാജിക്കൽ ആയിട്ടാണ് കുട്ടിക്കാലത്ത് അനുഭവപ്പെടുന്നത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ കുട്ടിക്കാലത്തുള്ള എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് വളരെയധികം റിച്ച് ആണ്, ക്വാളിറ്റി ഉള്ളതാണ്. പ്രത്യേകിച്ചും ഈ നേച്ചറുമായിട്ടും അതുപോലെ തന്നെ മറ്റ് ക്രിയേച്ചേഴ്സുമായിട്ടുള്ള കണക്ഷൻ ഒക്കെയാണ് അതിന്റെ കാരണം എന്നുള്ളത് അദ്ദേഹം പറയുന്നു. പാർട്ട് 4. Rilke describes childhood as a time of profound loneliness and vast distances, similar to a shepherd's experience. ഇനി കുട്ടിക്കാലത്തുള്ള അനുഭവം എന്ന് പറയുന്നത് ഏകാന്തമായിട്ടുള്ള അനുഭവമാണെന്ന് അദ്ദേഹം പറയുന്നത്. ഒരു ഷെപ്പേർഡിന്റെ, ഒരു ആട്ടിടയനോടാണ് അദ്ദേഹം അത് ഉപമിക്കുന്നത്. നമുക്കറിയാം, ആട്ടിട എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വിശാലമായിട്ടുള്ള പുൽമൈതാനി ആയിരിക്കും, ഒരുപാട് ആടുകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതിനിടയിലും അയാൾ ഒറ്റയ്ക്കാണെന്നുള്ളത് പോലെ
കുട്ടികളുടെ ചുറ്റും ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടെങ്കിലും അവർ അവരുടേതായിട്ടുള്ള ലോകത്താണ് ജീവിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു ഏകാന്തതയെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. The transition to adulthood is depicted as confusing and slow, likened to being introduced into an ongoing sequence of events that now leave us bewildered and struggling to move forward. ഇനി ഇതിൽ നിന്ന് നേരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് അഡൾട്ട്ഹുഡിലേക്ക് കടന്നപ്പോൾ ഉണ്ടാവുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു സീക്വൻസ് ഓഫ് ഇവന്റ്സ്, അതായത് നമുക്കറിയാം മുതിർന്ന ആളുകളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിത്യം ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അതിന് പുറകെ പോകുന്ന നമ്മൾ തിരക്ക് പിടിച്ചിട്ടുള്ള ജീവിതം എന്നൊക്കെ പറയുമല്ലോ. അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഈ അഡൾട്ട്ഹുഡിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്നത്. അത് ബെവിൽഡേഡ് ആണെന്ന് അദ്ദേഹം പറയുന്നത്. ആശയക്കുഴപ്പം അല്ലെങ്കിൽ അന്താളിപ്പ് എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. അങ്ങനെ ആകെ തിക്കും തിരക്കും നിറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഈ കുട്ടിക്കാലത്തിന് ശേഷം അഡൾട്ട്ഹുഡിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്നത്. അവിടെ ഹൗ ടു മൂവ് ഫോർവേഡ്, എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യം പ്രയാസകരമാകുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇതിൽ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ചെറിയ റിക്വസ്റ്റ് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ നോട്ട്സ് ഒക്കെ ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടും കമന്റ് ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ടാണ് കൂടുതൽ ചാപ്റ്റേഴ്സ് ഇതുപോലെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ട് വരുന്നത്. ആദ്യത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഫ്രേസ് ലോങ് ചൈൽഡ്ഹുഡ് ആഫ്റ്റർനൂൺസ്. ഇദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ കുറിച്ചുള്ള ഓർമ്മയിൽ അദ്ദേഹം പറയുന്നത് ഈ നീണ്ട വൈകുന്നേരങ്ങൾ എന്നുള്ളൊരു ഫ്രേസ് ആണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. The phrase long childhood afternoons refers to the seemingly endless and carefree time during childhood. അപ്പോൾ കുട്ടിക്കാലത്തുള്ള ടൈം നമുക്കറിയാം വളരെ കെയർ ഫ്രീ ആയിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത്. അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം ഈ ഒരു ലോങ് ആഫ്റ്റർനൂൺ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെൻ ആഫ്റ്റർനൂൺസ് ഫെൽറ്റ് സ്ട്രെച്ച്ഡ് ഔട്ട്, അതായത് അവസാനമില്ലാത്ത സമയങ്ങൾ പോലെയാണ് അത് അനുഭവപ്പെടുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഫിൽഡ് വിത്ത് സിമ്പിൾ യെറ്റ് പ്രൊഫൗണ്ട് എക്സ്പീരിയൻസസ് ആൻഡ് അൺഹറീഡ് മൊമെന്റ്സ്. അപ്പോൾ ഈ ലോങ് എന്നുള്ളതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് അവിടെ വരുന്നത് ഈ അഡൾട്ട്ഹുഡിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്താണ്, ആകെ തിക്കും തിരക്കും നിറഞ്ഞിട്ടൊരു സാഹചര്യമാണുള്ളത്. പക്ഷെ കുട്ടിക്കാലത്ത് അങ്ങനെ യാതൊരു തിക്കും തിരക്കും ഇല്ല. വളരെ ഫ്രീ ആയിട്ട് കെയർ ഫ്രീ ആയിട്ട് ഇഷ്ടംപോലെ സമയമുണ്ട് എന്നുള്ളൊരു അനുഭവമാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം ലോങ് ചൈൽഡ്ഹുഡ് ആഫ്റ്റർനൂൺസ് എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ആസ് ലോൺലി ആസ് എ ഷെപ്പേർഡ്. ഒരു ആട്ടിടയനെ പോലെ ഏകാന്തമായിരിക്കുക എന്നുള്ളൊരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ആസ് ലോൺലി ആസ് എ ഷെഫേർഡ് ഈസ് എ സിമിലി. നമുക്കറിയാം ആസും ലൈക്കും വരുന്നത് സിമിലി ആണെന്നുള്ളത്. ഇറ്റ് കമ്പയർസ് എ പ്രൊഫൗണ്ട് ലോൺലിനെസ് ഫെൽറ്റ് ഡ്യൂറിംഗ് ചൈൽഡ്ഹുഡ് ടു ദ ഐസൊലേഷൻ എ ഷെഫേർഡ് എക്സ്പീരിയൻസസ്. കുട്ടിക്കാലത്തുള്ള ഏകാന്തതയെ ഒരു ആട്ടിടയൻ അനുഭവിക്കുന്ന ഒറ്റപ്പെടലിനോടാണ് അവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ഹൈലൈറ്റിംഗ് ദ വാസ്റ്റ് ആൻഡ് സോളിറ്ററി നേച്ചർ ഓഫ് ബോത്ത്. അവരുടെ വിശാലമായിട്ടുള്ള ഏകാന്തമായിട്ടുള്ള ഒരു അവസ്ഥയെ കുറിച്ചിട്ടാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചുറ്റും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അവർ അവരുടേതായിട്ടുള്ള ലോകത്താണ് ജീവിക്കുന്നത് എന്നുള്ളൊരു അർത്ഥമാണ് അവിടെ വരുന്നത്. വാട്ട് ബെവിൽഡേഴ്സ് ദ പോയറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദ പോയം. ഇനി പോയതിന്റെ അവസാനത്തിൽ അദ്ദേഹത്തെ ആശയക്കുഴപ്പത്തിൽ അല്ലെങ്കിൽ അന്താളിപ്പിലാക്കുന്ന കാര്യം എന്താണെന്നാണ് പറയുന്നത്. The poet is bewildered by the transition from the simplicity and fullness of childhood to the complex and confusing nature of adulthood. കുട്ടിക്കാലത്ത് എല്ലാം വളരെ സിമ്പിൾ ആണ്. ആ ഒരു അവസ്ഥയിൽ നിന്ന് എല്ലാം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള അഡൾട്ട്ഹുഡിലേക്ക് എത്തുന്ന അനുഭവത്തെയാണ് അദ്ദേഹം ഈ ബെവിൽഡേഡ് എന്ന് പറയുന്നത്. The continuous sequence of adult events leaves him feeling lost and struggling to move forward. ഈ അഡൾട്ട്ഹുഡിനകത്ത് കണ്ടിന്യൂസ് സീക്വൻസ് ഓഫ് ഇവന്റ്സ് എന്നാണ് പറയുന്നത്. ആകെ തിക്കും തിരക്കും ബഹളമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അഡൾട്ട്ഹുഡിനകത്തുള്ളത്. അതാണ് അദ്ദേഹത്തെ ഇത്തരം ഒരു ആശയക്കുഴപ്പത്തിലും അന്താളിപ്പിലും ആക്കുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഡിസ്ക്രൈബ് ദി ഇമേജ് ഓഫ് ചൈൽഡ്ഹുഡ് ദാറ്റ് ഈസ് പോർട്രേഡ് ഇൻ ദ പോയം. കുട്ടിക്കാലത്തെ കുറിച്ചുള്ള എന്ത് ചിത്രമാണ് ഈ പോയത്തിനകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്? നൊസ്റ്റാൾജിക് ആൻഡ് എലൂസീവ്. ചൈൽഡ്ഹുഡ് ഈസ് ഡിപ്പിക്റ്റഡ് ആസ് എ ടൈം ദാറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റീക്യാപ്ചർ ഓർ ഡിസ്ക്രൈബ്. വിവരിക്കാനോ ഓർത്തെടുക്കാനോ പ്രയാസമുള്ള ഒരു കാര്യമായിട്ടാണ് കുട്ടിക്കാലത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. സജസ്റ്റിംഗ് ദാറ്റ് ഇറ്റ് ഹാസ് വാനിഷ്ഡ് കംപ്ലീറ്റ്ലി ഫ്രം ദ പോയിറ്റ്സ് പ്രസന്റ് ലൈഫ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും അത് മാഞ്ഞു പോയിരിക്കുന്നു എന്നിടത്തുള്ള ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ചൈൽഡ്ഹുഡിനെ അവിടെ അവതരിപ്പിക്കുന്നത്. റിച്ച് വിത്ത് എക്സ്പീരിയൻസസ്. The poem reflects on how childhood was filled with meetings, reunions and departures, indicating a time of rich and meaningful experiences. ഇനി കുട്ടിക്കാലത്തുള്ള എക്സ്പീരിയൻസസ് വളരെ റിച്ച് ആണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അവിടെ മീറ്റിംഗ്, റീയൂണിയൻ, ഡിപ്പാർച്ചേഴ്സ് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ബന്ധു വീടുകളിലേക്ക് പോകുന്നതോ അതുപോലെ തന്നെ സ്കൂളിലോ മറ്റൊക്കെ പുതിയ ആളുകളെ പരിചയപ്പെടുന്നത്, അങ്ങനെയുള്ള വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആണ് ഈ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു.
പിന്നെ പറയുന്നത് കണക്ഷൻ ടു നേച്ചർ ആണ്. ദ പോയിന്റ് ഡിസ്ക്രൈബ്സ് ലിവിംഗ് ദ വേൾഡ് ഓഫ് തിങ്സ് ആൻഡ് ക്രിയേച്ചേഴ്സ് ആസ് സംതിങ് ഹ്യൂമൻ. ഈ തിങ്സ് ആൻഡ് ക്രിയേച്ചേഴ്സ് നമുക്കറിയാം, ചെടികളും പൂക്കളും അതുപോലെ തന്നെ ഈ ഡോഗ്, കാറ്റ് തുടങ്ങിയിട്ടുള്ള അത്തരം കാര്യങ്ങളോട് കുട്ടികൾക്ക് ഒരു വളരെ അടുപ്പമുണ്ടായിരിക്കും എന്നുള്ള കാര്യം. അത്തരത്തിലുള്ള നേച്ചറുമായിട്ടൊരു കണക്ഷനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇൻഡിക്കേറ്റിംഗ് എ ഡീപ് കണക്ഷൻ വിത്ത് നേച്ചർ ആൻഡ് ദ സറൗണ്ടിങ് എൻവയോൺമെന്റ് ഡ്യൂറിംഗ് ചൈൽഡ്ഹുഡ്. അപ്പൊ കുട്ടിക്കാലത്ത് നമ്മുടെ നേച്ചറിനോടും ചുറ്റുപാടിനോടും അങ്ങനെ ഒരു ഡീപ്പ് കണക്ഷൻ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഒരു ചിത്രമാണ് അദ്ദേഹം ചൈൽഡ്ഹുഡിനെ കുറിച്ചിട്ട് തരുന്നത്. പിന്നെ വരുന്നത് ലോൺലിനെസ് ആൻഡ് വാസ്റ്റ്നെസ് ആണ്. ചൈൽഡ്ഹുഡ് ഈസ് ഓൾസോ പോർട്രേഡ് ആസ് എ ടൈം ഓഫ് പ്രൊഫൗണ്ട് ലോൺലിനെസ് ആൻഡ് വാസ്റ്റ് ഡിസ്റ്റൻസസ് സിമിലർ ടു ദ സോളിറ്ററി എക്സ്പീരിയൻസ് ഓഫ് എ ഷെഫേർഡ്. ഒരു ഏകാന്തമായിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് കുട്ടിക്കാലത്തെ അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു ഷെഫേർഡിനോട്, ആട്ടിടയനോടാണ് അദ്ദേഹം അത് കമ്പയർ ചെയ്തിട്ടുള്ളത്. എംഫസൈസിങ് ദ ഡെപ്ത് ആൻഡ് ഐസൊലേഷൻ ഫെൽറ്റ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. ആ സമയത്ത് അനുഭവപ്പെടുന്ന ഒരു ഒറ്റപ്പെടൽ, അതായത് കുട്ടികൾക്ക് ചുറ്റും ഇതെല്ലാം ഉണ്ടെങ്കിലും അവരവരുടേതായിട്ടുള്ള ലോകത്താണ് കുട്ടികൾ ജീവിക്കുന്നത്. അവർ മുതിർന്നവരുടെ ലോകത്തല്ല ജീവിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഏകാന്തതയെ കുറിച്ചിട്ടുകൂടി അദ്ദേഹം ഈ കുട്ടിക്കാലത്തെ കുറിച്ചിട്ടുള്ള ചിത്രത്തിൽ പറയുന്നുണ്ട്. ഹൗ ഡസ് റിൽക്കെ പിക്ചർ ദ ബെവിൽഡറിംഗ് പ്രസന്റ് ഓഫ് ദ പോയറ്റ്? ഇനി ഇദ്ദേഹത്തിന്റെ പ്രസന്റ് കാലഘട്ടത്തെ കുറിച്ചിട്ട് എന്ത് ചിത്രമാണ് അദ്ദേഹം നൽകുന്നത്? ട്രാൻസിഷൻ ഫ്രം സിംപ്ലിസിറ്റി ടു കോംപ്ലക്സിറ്റി. The poet describes a transition from the symbol-filled world of childhood to the complex and confusing nature of adulthood. അപ്പോൾ കുട്ടിക്കാലത്ത് ഒരു സിമ്പിൾ വേൾഡ് ആയിരുന്നുണ്ടെങ്കിൽ ഇവിടെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, അതായത് സങ്കീർണമായിട്ടുള്ള, കൺഫ്യൂസിങ് ആയിട്ടുള്ള സാഹചര്യങ്ങളാണ് അഡൾട്ട്ഹുഡിലുള്ളത് എന്നുള്ളൊരു ചിത്രമാണ് അദ്ദേഹം നമുക്ക് നൽകുന്നത്. കണ്ടിന്യൂസ് സീക്വൻസ് ഓഫ് ഇവന്റ്സ്. Adulthood is likened to an ongoing sequence of events that are bewildering. ഇനി അഡൾട്ട്ഹുഡിനെ കുറിച്ച് അദ്ദേഹം അടുത്തായിട്ട് പറയുന്നത് ഈ സീക്വൻസ് ഓഫ് ഇവന്റ്സ്, അതായത് ആകെ തിക്കും തിരക്കും നിറഞ്ഞിട്ടുള്ള ഒന്നിന് പുറകെ അടുത്തായിട്ട് ഒരു സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അഡൾട്ട്ഹുഡിലുള്ളത്. അത് ബെവിൽഡറിംഗ് ആണ്, ആളുകളെ ആശയക്കുഴപ്പത്തിലും അന്താളിപ്പിലും ആക്കുന്ന ഒരു കാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇൻഡിക്കേറ്റിംഗ് എ ലോസ് ഓഫ് ദ ക്ലിയർ ആൻഡ് വിവിഡ് എക്സ്പീരിയൻസ് ഓഫ് ചൈൽഡ്ഹുഡ്. അവിടെ കുട്ടിക്കാലത്തുള്ള ആ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് അദ്ദേഹം മിസ് ചെയ്യുന്നതായിട്ട് അവിടെ കാണിക്കുന്നത്. ഫീലിംഗ് ഓഫ് ബീയിങ് ഓവർവെൽംഡ്. The transition is slow and confusing, suggesting that the poet feels overwhelmed by the vast and unending nature of adult life. ഓവർവെൽമിംഗ് എന്ന് പറയുന്നത് ഒരാൾക്ക് താങ്ങാൻ കഴിയുന്നതിന്റെ അപ്പുറത്തേക്കുള്ള അനുഭവങ്ങളാണ്. അപ്പോൾ അഡൾട്ട്ഹുഡിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ സീക്വൻസുകളെ കുറിച്ചിട്ട് ഇങ്ങനെ ആകെ തെക്കും തിരക്കും നിറഞ്ഞിട്ടുള്ള കൺഫ്യൂസിങ് ആയിട്ടുള്ള, ഇദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്തേക്കുള്ള എക്സ്പീരിയൻസസ് ആണ് ഇദ്ദേഹത്തിന് അവിടെ ലഭിക്കുന്നത് എന്നുള്ളൊരു ചിത്രം അദ്ദേഹം നൽകുന്നു. സ്ട്രഗ്ലിംഗ് ടു മൂവ് ഫോർവേഡ്. The continuous sequence of adult experiences leaves the poet struggling to understand and navigate through them, reflecting a sense of disorientation and confusion in the present. ഇനി മൂവ് ഫോർവേഡ്, ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സാഹചര്യമാണ് ഇപ്പൊ അദ്ദേഹത്തിലുള്ളതെന്ന് അദ്ദേഹം പറയുന്നു. കാരണം കുട്ടിക്കാലത്തെ പോലെ കാര്യങ്ങളൊന്നും സിമ്പിൾ അല്ല, വളരെ കോംപ്ലക്സ് ആണ്. മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്, സീക്വൻസ് ഓഫ് ഇവന്റ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ അതെല്ലാം മനസ്സിലാക്കാനും അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകാനും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത് എന്നുള്ളൊരു ചിത്രമാണ് അദ്ദേഹം ഈ പ്രസന്റ് സാഹചര്യത്തെ കുറിച്ചിട്ട് നൽകുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ദ പോയം ലാമെന്റ്സ് ദ പാസേജ് ഓഫ് ടൈം. കാലത്തിന്റെ കടന്നുപോക്കിനെ കുറിച്ചുള്ള ഒരു വിലാപമാണ് ഈ കവിത എന്നുള്ള വിലയിരുത്തലാണ് ചോദിച്ചിട്ടുള്ളത്. ലോസ്റ്റ് ചൈൽഡ്ഹുഡ് മെമ്മറീസ്. ദ പോയം ഓപ്പൺസ് ബൈ റിഫ്ലക്ടിംഗ് ഓൺ ദ ഡിഫിക്കൽട്ടി ഓഫ് ഫൈൻഡിംഗ് വേർഡ്സ് ടു ഡിസ്ക്രൈബ് ചൈൽഡ്ഹുഡ് മെമ്മറീസ് ദാറ്റ് സീം കംപ്ലീറ്റ്ലി ലോസ്റ്റ്. പോയൻ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുന്നത് കുട്ടിക്കാലത്തെ കുറിച്ചിട്ടുള്ള ഓർമ്മകളൊക്കെ വിവരിക്കാൻ വാക്കുകൾ കണ്ടെത്താൻ പ്രയാസമാണെന്നാണ്. കാരണം അതൊക്കെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടതുപോലെയാണ് അദ്ദേഹം പറയുന്നു. എംഫസൈസിങ് ദ ഇറിവക്കബിൾ പാസേജ് ഓഫ് ടൈം, അതായത് തിരിച്ചെടുക്കാൻ കഴിയാത്ത ഒന്നാണ് സമയം എന്നുള്ളൊരു സൂചന നമുക്ക് അവിടെ അത് നൽകുന്നുണ്ട്. വാനിഷ്ഡ് എക്സ്പീരിയൻസസ്. Rilke notes that the long afternoons of childhood have vanished completely, indicating a sense of loss and nostalgia for a time that can never be reclaimed. അടുത്തായിട്ട് അദ്ദേഹം നൊസ്റ്റാൾജിയാണ് പങ്കുവയ്ക്കുന്നത്. ലോങ് ആഫ്റ്റർനൂൺസ് നമ്മൾ പറഞ്ഞതാണ്, അതായത് വളരെ കെയർ ഫ്രീ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു സമയമാണ് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തുള്ള ആഫ്റ്റർനൂൺസ് ഉണ്ടായിരുന്നത്. അത് ഒക്കെ അദ്ദേഹത്തിന് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ആകെ തിക്കും തിരക്കും ബഹളമായിട്ടുള്ള അവസ്ഥ എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. അത്തരത്തിൽ ഈ കഴിഞ്ഞുപോയ കാലത്തെ കുറിച്ചിട്ടുള്ള ഒരു നൊസ്റ്റാൾജി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അതും നമുക്കറിയാം ഈ പാസേജ് ഓഫ് ടൈമിനെ കുറിച്ചിട്ടുള്ള ഒരു വിലാപമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. പിന്നെയുള്ളത് ഇനാഡിക്വേറ്റ് റിമൈൻഡേഴ്സ് ആണ്. ഒക്കേഷണൽ റിമൈൻഡേഴ്സ് ലൈക്ക് റെയിൻ can evoke a sense of childhood, but the poet laments that we can no longer fully grasp or experience their original meaning, highlighting the fleeting nature of time. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നമ്മളെ ഈ കുട്ടിക്കാലത്തെ കുറിച്ചിട്ട് ഓർമ്മിപ്പിക്കും. റെയിൻ ആണ് അദ്ദേഹം എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. പക്ഷെ അപ്പോഴും നമുക്ക് ആ ഒരു ഫീലിംഗ് അതേ അർത്ഥത്തിൽ അനുഭവിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. അവിടെയും ഈ ഒരു കാലം കടന്നു പോകുമ്പോൾ നഷ്ടമാകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വിലാപത്തെയാണ് നമ്മൾ കാണുന്നത്.
പിന്നെ നമുക്ക് പൊതുവിൽ പറയാൻ കഴിയുന്നത് ഇറക്കവറബിൾ പാസ്റ്റ് എന്നുള്ള കാര്യമാണ്. ത്രൂ ഔട്ട് ദ പോയം ദർ ഇസ് എ പെർവേസീവ് സെൻസ് ഓഫ് മോർണിംഗ് ഫോർ ദി ഇറക്കവറബിൾ പാസ്റ്റ്, അണ്ടർസ്കോറിംഗ് ദ തീം ഓഫ് ടൈംസ് റിലൻലെസ് പ്രോഗ്രഷൻ ആൻഡ് ദി ഇനവിറ്റബിൾ ചേഞ്ചസ് ഇറ്റ് ബ്രിങ്സ്. അതായത് ഇറിക്കവറബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തിരിച്ചെടുക്കാൻ കഴിയാത്ത ഒന്നാണ് പാസ്റ്റ് അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാലം എന്നുള്ളൊരു സെൻസ് ഈ പോയിന്റിൽ ഉടനീളം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ടൈമിന്റെ പ്രോഗ്രഷൻ, കാലം കടന്നു പോകുമ്പോൾ നമുക്ക് ഇതുപോലെ നഷ്ടമാകുന്ന കാര്യങ്ങളും ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു മോർണിംഗ് അല്ലെങ്കിൽ ഒരു വിലാപം നമുക്കിവിടെ കാണുന്നുണ്ട്. അത്തരത്തിൽ ഈ ഒരു പോയം ഈ പാസേജ് ഓഫ് ടൈമിനെ കുറിച്ചുള്ള ലാമെന്റേഷൻ ആണെന്നുള്ള കാര്യം നമുക്ക് പറയാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.